കണ്ടോ, താറാവ് കൃഷിയുണ്ട് ഇവരുടെ വീട്ടിൽ. അങ്ങനെ താറാവും എല്ലാവരും കൂടെ ഇറങ്ങി വന്നേക്കുവാണ്. അവർക്ക് നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ കണ്ടില്ലേ, എല്ലാം കൂടെ വന്ന് താറാവുമുണ്ട് കോഴിയുമുണ്ട്. അങ്ങനെ ആ താറാവും കോഴിക്കും കൂടെ നമ്മൾ ആഹാരം കൊടുക്കുന്നത്. എന്നിട്ട് അത് രണ്ടിടത്തും കൂടെ നിന്ന് തിന്നുന്നതാണ് നമ്മൾ കാണുന്നത്. പല സൈസിലും പല ഫാഷനിലും പല ഡിസൈനിലുമുള്ള കോഴിയും താറാവുമാണുള്ളത്. അതുങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട്, അതിന് ആഹാരം കഴിക്കുന്നുണ്ട്. പല പല വർണ്ണങ്ങളിലുള്ള താറാവാണുള്ളത്. ഇതിൻ്റെ രാവിലെ മുതലൊന്നും കഴിച്ചില്ല. ഈ വീടിൻ്റെ ഓണർ എവിടെ പോയേക്കുമായിരുന്നു, അത് കാരണത്താൽ തുറന്നു വിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് തുറന്നു വിട്ടത്. തുറന്നു വിട്ടപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നത്. താറാവിനെ തുറന്നു വിട്ടു. അങ്ങനെ ഉണ്ടപ്പോഴത്തേക്ക് ഒരു പൂവൻ കോഴി ഓടി വന്നു. ആ പൂവൻ കോഴി ഓടി വന്ന് തിന്നുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് വേറൊരു കോഴി സൗണ്ട് കേട്ടോണ്ട് ഒരെണ്ണം ഉരുണ്ട് പിടച്ചു വന്ന് വീഴുവാണ്. അപ്പോഴത്തേക്ക് ഇതേണ്ട വേറൊരു സ്ഥലത്തൂടെ വന്നിരിക്കുന്നു. ഇതിങ്ങനെ തിന്നുന്ന സൗണ്ട് കൊണ്ട് വന്നതാണ്. പിന്നെ ഇവിടെ ഇവർക്കൊരു പട്ടിയുണ്ട്. ഒരു പട്ടിയെ കണ്ടോ, ഇവരുടെ പട്ടിയെയാണ് കാണിക്കുന്നത്. ഉണ്ടോ, ആ സഹോദരൻ ഇങ്ങനെ നോക്കുവാണ്. അവരുടെ മുറ്റത്തെ പട്ടിയാണത്. അതിനെ അടച്ചിട്ടേക്കുവാണ്. പിന്നെ ഇവരുടെ മുറ്റത്തെ വർണ്ണമനോഹരിത കാണാനുള്ളത് എന്തുവാന്ന് ചോദിച്ചാൽ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്. കവുങ്ങുണ്ടോ, അടയ്ക്കാമര, തെങ്ങിൻ മര, അടയ്ക്കാമര, ഇതാണ് കവുങ്ങുണ്ടോ. ഇവിടെ വർണ്ണമനോഹരമായ പാക്ക് വിളഞ്ഞ് കിടക്കുവാണ്. അതെങ്ങനെയും പറിക്കാനെ കൊണ്ട് മേളി പറ്റാത്ത കാരണത്താൽ പാക്ക് കവുങ്ങൽ കിടക്കുന്നതാണ് കാണുന്നത്. ഇനി ആരെയും വിളിച്ച് ആ പാക്ക് പറിപ്പിക്കണം. അതാണ് ഇവിടുത്തെ ഒരു സവിശേഷത. പിന്നെന്തോ കൊച്ചു തെങ്ങ വരെ തേങ്ങ ഉണ്ട്. കുഞ്ഞു തെങ്ങേനെ ഇഷ്ടത്തിന് തേങ്ങകൾ കിടപ്പുണ്ട്. ഇങ്ങനത്തെ ആരെയും കൊണ്ട് പറിപ്പിക്കണം. കണ്ടില്ലേ, കൊച്ചു തെങ്ങ കിടക്കുന്ന തേങ്ങകൾ എന്ത് വലിയ തേങ്ങയെ കിടക്കുന്നതാണ്. ഇതിന് ഇവിടുത്തെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇവരുടെ വീടിൻ്റെ മണ്ടയ്ക്ക്, അതായത് സെക്കൻഡ് ഫ്ലോറിൻ്റെ മണ്ടയ്ക്ക് ഇവർക്ക് റബ്ബർ കൃഷിയുണ്ട്. ഒട്ടുപാലും റബ്ബറും ഒക്കെ എടുത്ത് വെട്ടി വിൽക്കുന്ന ജോലിയുണ്ട്. അതവരിട്ടേക്കുന്നുണ്ടോ. താറാവ് കഴിച്ചേച്ച് വന്നേച്ച് ഓടി വരുന്നത് കണ്ടോ, വെള്ളം കുടിക്കുന്നത് കണ്ടോ. അതിന് വേണ്ടി ഒരു പോണ്ട് മാതിരി ഒരെണ്ണം ഉണ്ടാക്കിയിട്ടേക്കുവാണ്. അതുങ്ങൾ അതിനകത്ത് നിന്ന് വെള്ളം കുടിച്ച് തൃപ്തിയാകുന്നതാണ്. ഞാൻ ഇവരുടെ പെരയുടെ മണ്ടയ്ക്കോട്ട് കയറുവാണ്. ഇവരുടെ 3rd ഫ്ലോറിൻ്റെ മണ്ടയ്ക്കാണ് ഇവർ ചെടിച്ചട്ടികൾ നട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, കൊച്ച് ഇത് പേരയ്ക്ക ഉണ്ടായി, പക്ഷേ എല്ലാം ഉണങ്ങി പോവാ. കണ്ടില്ലേ, എല്ലാം ഉണങ്ങി താഴെ വീഴുവാണ്. ഇതെല്ലാം ഉണങ്ങി താഴെ വീണാണ് ഈ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഒട്ടുപാലെന്ന് പറയും. റബ്ബറിൽ നിന്ന് കറ എടുക്കുമ്പോൾ അത് ചിരട്ടയ്ക്കകത്ത് വീഴും. ആ ചിരട്ടയ്ക്കകത്തു നിന്ന് ഇളക്കിയെടുത്ത് പെരയുടെ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് ഇട്ടേക്കുവാണ്. ഇതിനെ എടുത്ത് കൊണ്ടുപോയി വിൽക്കുമ്പോഴാണ് നമുക്ക് പൈസ കിട്ടുന്നത്. ഇനി ഇവർ പെരയുടെ മണ്ടയ്ക്ക് കണ്ടില്ലേ, അവരൊരു പ്ലാവ് നട്ടു വച്ചിട്ടുണ്ട്. ആ പ്ലാവ് നട്ടത് മാത്രമല്ല, ആ പ്ലാവിലൊരു ചക്കയും ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടില്ലയോ, പ്ലാവിലെ വർണ്ണമനോഹരമായ ചക്ക കണ്ടില്ലേ. കുഞ്ഞൊരു പ്ലാവാണ്. ആ പ്ലാവിൽ ചക്കയുണ്ട്. പിന്നെന്തുവാ ഉള്ളത്, അവരുടെ പെരയുടെ മണ്ടയ്ക്ക് ഇനിയുള്ളതാണ്.
പിന്നാണെങ്കിൽ കോവയ്ക്ക. ആ കോവലാണ് ഈ പെരയുടെ മണ്ടയ്ക്ക് കാണുന്നത്. കോവലാണ്. കണ്ടില്ലേ, കോവയ്ക്ക ഉണ്ടായി കിടക്കുന്നത് കണ്ടോ? ഇതാണ് കോവയ്ക്ക. ഉണ്ടോ? കോവയ്ക്ക ഉണ്ടായി കിടക്കുവാണ്. അതവർ പറിച്ചിന്നലെയല്ല, അതുകൊണ്ടാണ് ജാസ്തി ഇല്ലാത്തത്. ഉണ്ടോ? കോവയ്ക്ക എല്ലാം ഉണ്ടായി ഇങ്ങനെ ഉണങ്ങുവാണ്. മഴയുടെ അവിടെ ഭയങ്കര മഴയാണ്. ആ മഴ കാരണത്താൽ എല്ലാം ഉണങ്ങും. പിന്നെ എന്തുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചേമ്പ് നട്ടിട്ടുണ്ട്. പെരയുടെ മണ്ടയ്ക്കത്തെ കൃഷിയാണ് ചേമ്പ്. ഈ മഴ ചേന ഉണ്ടായിരുന്നു, ആ ചേനയെല്ലാം പഴുത്തു ഉണങ്ങി. ഇനി അത് പിഴുതെടുക്കണം. എല്ലാ ചട്ടിക്കകത്തും എല്ലാം ഓരോരോ മരങ്ങളായിരുന്നു, പക്ഷേ ചെടികളായിരുന്നു. ഈ കോവയ്ക്ക മാതിരി പാവയ്ക്ക, വെണ്ടയ്ക്ക, അങ്ങനെ ധാരാളം പച്ചക്കറികളുണ്ടായിരുന്നു. ഈ മഴ ഭയങ്കര മഴയാണിപ്പോൾ ഇവിടെ. ആ മഴ കാരണത്താൽ എല്ലാ പച്ചക്കറികളും ഉണങ്ങിപ്പോയി. ഇപ്പോൾ ഒറ്റ പച്ചക്കറി പോലും പെരയുടെ മേളിലില്ല. കാരണം അത്രയ്ക്ക് വലിയ മഴയാണ് ഇപ്പോൾ കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മഴയുടെ കൂടുതൽ കാരണത്താൽ ഉള്ള പച്ചക്കറികളെല്ലാം ഉണങ്ങിപ്പോയി. എന്നിട്ടും ഇതെന്തുവാ, പേര വരുന്നുണ്ട്, പിന്നെ പനിക്കൂർക്ക വരുന്നുണ്ട്, ടൊമാറ്ററുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ കവുങ്ങ് കണ്ടിൽ നമുക്ക് ഒരു ചെറിയ കമ്പ് കൊണ്ട് പോലും നമുക്ക് കവുങ്ങിൽ നിന്ന് പാക്ക് പറിക്കാം. അത് കഴിഞ്ഞ് ഇനി താഴോട്ട് ഇറങ്ങുന്നതാണ് പാടിവിടെ. അത് കഴിഞ്ഞിട്ട് കണ്ടില്ലയോ, തെങ്ങിങ്ങനെ കുലയ്ക്കുവാണ്. നമുക്ക് ഇന്നലെ നാളെ ഈ സ്റ്റെപ്പേ നിന്നുകൊണ്ട്, കണ്ടോ ഇവിടെ സ്റ്റെപ്പാണ്, ഈ സ്റ്റെപ്പേ നിന്നുകൊണ്ട് നമുക്ക് തേങ്ങ കയ്യും കൊണ്ട് പറിക്കാം. ഏത് സമയം നമുക്കൊരു കരിക്ക് കുടിക്കണമെങ്കിൽ നമുക്ക് കരിക്ക് കുടിക്കാം. ആ താറാവുകളെ കണ്ടോ, അതുങ്ങൾ ഓടി വന്ന് വെള്ളം കുടിച്ചേച്ച് പിന്നെ ഇങ്ങനെ ജാഥയായിട്ട് പോവാണ് തിന്നേൻ്റെ ബാക്കി കഴിക്കാൻ വേണ്ടി. കണ്ടോ, താറാവുകളെ കണ്ടില്ലേ? അതിമനോഹരമായ വർണ്ണപ്പകിട്ടോടുകൂടിയ താറാവിനെ കണ്ടില്ലേ? എന്ത് രസമാണ് കാണാനെന്ന് നോക്കൂ. ആ താറാവിനെ കണ്ടിട്ടില്ലാത്തവർ വരൂ. വേണ്ടി വന്നാൽ അതിനെ ഒരെണ്ണത്തിനെ കണ്ടിച്ച് കറി വെച്ച് തരാനും റെഡിയാണ്. കണ്ടില്ലേ, താറാവുകൾ ആഹാരം കഴിച്ചേച്ച് ഇങ്ങനെ അതിലൂടെ താറാവും കോഴിയും കൂടെ അടിച്ച് കളിച്ച് നടക്കുന്നത് കണ്ടില്ലേ? എത്ര മനോഹരമാണ് അതൊക്കെ കാണാൻ. അതാണ് ഞങ്ങളുടെ ഈ മലമ്പ്രദേശത്തിൻ്റെ സവിശേഷത.